ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എങ്ങോട്ടൊന്നുമില്ലാത്ത വെറുതെ എവിടേക്കൊക്കെ പോകുന്നില്ലൊരു പ്ലാനിൽ നമ്മൾ ഇറങ്ങിയേക്കാണ്. അവിടെ ഒരു വണ്ടി ഇരിച്ചിട്ടുണ്ട്, നമുക്ക് വണ്ടി കേട്ടോ. അപ്പോൾ ഗായ്സ്, വണ്ടിയിൽ ഉമ്മുണ്ട്, ഉപ്പുണ്ട്, ഞാനുണ്ട്, അനിയത്തിയുണ്ട്, താത്തുണ്ട്, പിന്നെ ഇതാ ഇവിടെ ചെറിയ അനിയത്തിയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്തത് കോഴിക്കോടേക്ക് പോകാനാണ്. നമ്മുടെ കല്ലിങ്ങൽ കറവ് മഞ്ചേരിയിലെ അടിപൊളി മീൻസ് കുറേ കാർ കളക്ഷൻ ഇല്ലേ കല്ലിങ്ങൽ കറവ്. ഇവിടുന്ന് കണ്ടിട്ട് നമ്മളെ പോത്ത് ഡിസൈൻ ചെയ്തിറക്കിയത് അടിപൊളിയാണ്. ഇപ്പോൾ ഒരു 2:15 സമയമായി. നമ്മൾ ഫറൂഖിലില്ല കാലിക്കറ്റ് കഫറ്റീരിയ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നാണ് ഇപ്പോൾ ഇന്ന് ഫുഡ് പാർസലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. എത്തിയപ്പോൾ ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതൊരു നല്ല അടിപൊളി വ്യൂ. കുറേ സ്റ്റിക്കർ വർക്കൊക്കെ ഉള്ള ഒരു ട്രെയിനാണ്. സ്ഥലത്ത് നല്ലൊരു ഇരിപ്പിടമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. എന്തായാലും നമ്മളെ വണ്ടി ഇതവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കാൻ നിർത്തി കൊടുത്ത് കണ്ട് വണ്ടി വണ്ടി ഇത് ഏത് വണ്ടിയാണ്, ഏത് കമ്പനീൻ്റെ വണ്ടിയാണ് അറിയണമല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ കുറേ നോക്കി, ബാഗൊക്കെ നല്ല ചുരുക്കുണ്ടാണ്. പക്ഷെ എനിക്കിത് ഏത് കമ്പനീൻ്റെ വണ്ടി ഒന്നും മനസ്സിലായില്ല, വണ്ടി അതൊന്നും മനസ്സിലായില്ല. മനസ്സിലാവുകയാണ് നിങ്ങൾ ഒന്ന് പറഞ്ഞു തരണേ. അങ്ങനെ നമ്മൾ ബേപ്പൂർ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. ബീച്ച് കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മളെ കാറോടെ നിർത്തി നമ്മളിതാ ബേപ്പൂർ പോട്ട് പോവാണ്. അതെന്തൊക്കെ കാണാനൊക്കെ തോന്നുന്നു. നമുക്ക് അതിനെ കുറിച്ച് എല്ലാവരും മതിപ്പില്ല. നമുക്ക് പോയേക്കാം. ഇതിൽ വലുതായിട്ടൊന്നും കാണാനില്ലാന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല അവിടെ. നമുക്ക് ഉള്ളിൽ പോയേക്കാം. പോവാൻ നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് ഒരു ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഒരു ക്രേസറുണ്ട്, പൊളിയാണ്, സൂപ്പറുണ്ട്, ഭംഗിയുണ്ട്. നേരത്തെ പിന്നെ അവിടെ അപ്പുറത്ത് നമുക്ക് കാറിന് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. എന്നാലും ഇവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനി നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അപ്പം ഇനി നമുക്ക് ഹൈലൈറ്റ് മാൾ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലെത്തിയിട്ട് ബാക്കി കാണാം. നമ്മൾ ഹൈലൈറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയത്. നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇഷ്ടംമാതിരി വണ്ടികളാണ്. ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലാണ്. ലെൻസൊളിൻ്റെ ഒരു ഇതുണ്ട്, R&B ബേബി കെയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ബേബി കെയറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ചോട്ടെ. എന്നിട്ട് കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരിക. സൈക്കിൾ നോക്കി, അതിന് കുറച്ച് വില ഓവറാണ്. പിന്നെ കാറിലൊക്കെ അതിൻ്റെ സീറ്റ് നോക്കി, അതിന് കുറച്ച് വില ഓവറാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. 3 മണിക്കൂർ ഹൈലൈറ്റിൽ അങ്ങനെ ഹൈലൈറ്റൊന്നും ഇല്ല. പിന്നെ കുട്ടിക്ക് കരച്ചിലൊക്കെ തുടങ്ങിയോണ്ട് നമ്മൾ പെട്ടെന്ന് പോവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഞങ്ങൾ പോവാം. ചേട്ടാ.